ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കറി ലീവ്സിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെപ്പറോണി കോളിഫ്ലവർ എന്ന ഒരു പുതിയൊരു റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മൾ മീഡിയം സൈസുള്ള കോളിഫ്ലവർ എടുത്തിട്ട് അതിന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ അതിനെ കുറച്ച് നേരം ഒന്ന് വേവിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കാണ്. അതിൽ നമ്മൾ സോൾട്ട് ഇട്ടിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളതിനെ വെള്ളം മാറ്റിയിട്ടൊന്ന് ഊറ്റിയെടുക്കുക. ഇതൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു കടായി എടുക്കണം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി ഈ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതൊരു 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ നേരം കൊണ്ട് നമുക്ക് സവാള അരിയാനുണ്ട്. സവാള നമ്മൾ മീഡിയം സൈസുള്ള 2 സവാളയാണ് എടുത്തേക്കുന്നത്. അതിന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ നീളത്തിൽ അരിഞ്ഞെടുത്ത് സവാള കടായിക്ക് ഒന്ന് ഇടാം. ആ സമയത്ത് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ടാവും. അതിലേക്ക് നമ്മൾക്ക് ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 3 മീഡിയം സൈസിലുള്ള വെളുത്തുള്ളി എടുത്തിട്ട് നമ്മൾ കുനുകുന അരിഞ്ഞിട്ട് അതിലേക്ക് ഇടുക. അതിനുശേഷം കുരുമുളക് പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ എടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ടോപ്പിങ്സ് പോലെ നമ്മൾ മല്ലിയില ഇടാൻ പോവുകയാണ്. അതൊരു പിഞ്ച് മല്ലിയില അത്ര മതി. ഇനി അതിട്ട് നല്ലോണം ഇളക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു എരിവും മധുരമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സ്നാക്സ് പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡിഷാണിത്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.